ഗൈസ് വെൽക്കം ബാക്ക് ടു വൺസ് കോച്ചിങ്. നമ്മൾ മെറ്റീരിയൽ സയൻസ് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരുന്നത്. സോ 2022 ഡിസംബർ മാസം നടത്തിയ എക്സാംസിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ 2021 ക്വസ്റ്റ്യൻ പേപ്പർ സീരീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിലെ മൊഡ്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുവാണ്. സോ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ സിലബസാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് സിലബസ്. നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഹൗ ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി ഡിഫർ ഫ്രം ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി. ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എങ്ങനെയാണ് ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ. ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 3 മാർക്കിന് 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഈ ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി, അതുപോലെ തന്നെ എന്താണ് ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്നുള്ളത്. അപ്പോൾ ഫിഗറിലേക്ക് നോക്കാം. ഫിഗറിൽ 3 ഗ്രെയിൻസ് കാണിച്ചിരിക്കുന്നുണ്ട്, 3 ഡിഫറെൻറ്റ് കളേഴ്സായിട്ട്. നോക്കിയേ, ഇതൊരു ഗ്രെയിനാണ്, റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഗ്രീൻ കളറിൽ വേറൊരു ഗ്രെയിൻ, ദെൻ നോക്കുക വേറൊരു ഗ്രെയിൻ. ഇവിടെ ഓരോ ഗ്രെയിനിലെയും ആറ്റങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഇവിടെയാണെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ് വേറൊരു പർട്ടിക്കുലർ ആംഗിളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇവിടെ അല്പം കൂടി വേറൊരു ആംഗിളിലാണ്. ഓക്കെ, സോ ഈ 2 ഗ്രെയിനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആറ്റങ്ങൾ തമ്മിലുള്ള ആംഗിൾ എടുക്കുകയെന്ന് വിചാരിക്കാം. സോ നോക്കിയേ, ഇവിടെ ആറ്റങ്ങൾ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എന്നാൽ ഈ ഗ്രെയിനിലാണെങ്കിൽ എന്താണ്, അല്പം ഒരു ആംഗിളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ്, ഇവിടെ ഒരു ആംഗിൾ മിസ് അലൈൻമെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് മിസ് അലൈൻമെൻറ്റ് ഉണ്ട്, ശരിയല്ലേ? ആംഗിൾ ഓഫ് മിസ് അലൈൻമെൻറ്റ്. സോ ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രെയിൻ ആംഗിൾ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്താണ്, അല്ലെങ്കിൽ ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്താണ്, അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി ഈ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് ഈ 2 ഡയറക്ഷൻ തമ്മിലുള്ള ആംഗിൾ ഗ്രേറ്റർ ദാൻ 15 ഡിഗ്രി ആണെങ്കിൽ, നമ്മൾ എന്ത് പറയും? ഇതിന് ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയും. എന്താണ് ആ ബൗണ്ടറി തമ്മിലുള്ള ആംഗിൾ, ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റ് തമ്മിലുള്ള ഈ ആംഗിൾ ഗ്രേറ്റർ ദാൻ 15 ഡിഗ്രി ആണെങ്കിൽ എന്താണ്, ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയും. ഇനി ഈ ആംഗിൾ ലെസ് ദാൻ 15 ഡിഗ്രി ആണെങ്കിൽ, ഇപ്പോൾ നോക്കിയേ, ഈ 2 ഗ്രെയിനുകൾ തമ്മിലുള്ള ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒന്നാമത്തെ ഗ്രെയിനിലുള്ള ആറ്റങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ അല്പം ഒരു ചെറിയൊരു ആംഗിളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, തമ്മിലുള്ള ആംഗിൾ അല്പം ചെറുതാണ്. സോ നമ്മൾ എന്താണ്, ആംഗിൾ 15 ഡിഗ്രിനേക്കാൾ താഴെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയും. സോ ഈ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത് ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി ആണ്. ഈ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത് ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി ആണ്. കാരണം എന്താണ്, ഈ 2 ഗ്രെയിൻസ് തമ്മിലുള്ള ആറ്റങ്ങൾ തമ്മിലുള്ള ആംഗിൾ ഗ്രേറ്റർ ദാൻ 15 ഡിഗ്രിയാണ്. ഈ 2 ഗ്രെയിൻസിലെ ആറ്റങ്ങൾ തമ്മിലുള്ള ആംഗിൾ ലെസ് ദാൻ 15 ഡിഗ്രിയാണ്. സോ ഇതാണ് എന്ത്, ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറിയും ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറിയും തമ്മിലുള്ള വ്യത്യാസം. കുഴപ്പമില്ലല്ലോ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സോ ഫിഗർ വരയ്ക്കുക. ജസ്റ്റ് 15 ഡിഗ്രി താഴെയാണെങ്കിൽ അത് ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുക. അതുപോലെ തന്നെ 15 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുക. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്ത്? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അല്ലേ. ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഡിസ്ലൊക്കേഷൻസ് സ്ലിപ്പ് പ്ലെയിനിൽ കൂടി മൂവ് ചെയ്യും. ഓക്കെ, ഡിസ്ലൊക്കേഷൻസ് മൂവ് ചെയ്യുന്ന പ്ലെയിൻ, ആ പ്ലെയിൻ വിളിക്കുന്നവരാണ് സ്ലിപ്പ് പ്ലെയിൻ. ഓക്കെ, നമ്മൾ ഇതൊക്കെ നേരത്തെ അല്പം ഡിസ്കസ് ചെയ്താണ് വേറെ ക്വസ്റ്റ്യനിലൊക്കെ ആയിട്ട്, സ്ലിപ്പ് പ്ലെയിൻ. സോ ഈ ഡിസ്ലൊക്കേഷൻസ് സ്ലിപ്പ് പ്ലെയിനിൽ കൂടെ മൂവ് ചെയ്യും. ഇപ്പോൾ ഇവിടെ 1-2 ഡിസ്ലൊക്കേഷൻ ആയിരിക്കില്ല, കുറേ ഡിസ്ലൊക്കേഷൻസ് ഇങ്ങനെ ഒരു സ്ലിപ്പ് പ്ലെയിനിൽ കൂടെ മൂവ് ചെയ്യും. അങ്ങനെയാണ് ഡീഫോർമേഷൻ സംഭവിക്കുന്നത്. സോ ഇങ്ങനെ സ്ലിപ്പ് പ്ലെയിനിൽ കൂടി ഡിസ്ലൊക്കേഷൻസ് മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻസ്. ഓക്കെ, ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻസ്, ഡിസ്ലൊക്കേഷൻസിൻ്റെ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു കൂട്ടം എന്ന് പറയാം. സോ സ്ലിപ്പ് പ്ലെയിനിൽ കൂടി ഈ പറയുന്ന നമ്മുടെ ഡിസ്ലൊക്കേഷൻസ് മൂവ് ചെയ്യുന്നതിനെ ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻസ് വിളിക്കുന്നു. ദി ഡിസ്ലൊക്കേഷൻസ് മൂവിങ് വൺ ബിഹൈൻഡ് ദി അതർ എലോങ് ആൻ ആക്റ്റീവ് സ്ലിപ്പ് പ്ലെയിൻ ആർ കോൾഡ് ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻസ്. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ജോഗ് എന്നുള്ളതാണ്. ഈ ഡിസ്ലൊക്കേഷൻസ് മൂവ് ചെയ്യുമ്പോൾ ജോഗ് ഫോം ചെയ്യും. എന്താണ് ജോഗ് എന്ന് പറയുന്നത്? സപ്പോസ് നമ്മുടെ കയ്യിൽ
ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നു വിചാരിക്കാം. ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ കൂടെ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യാണ്. സിമിലർലി ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു പ്ലെയിനിൽ കൂടി വേറൊരു ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നു വിചാരിക്കാം. ഒരു പ്ലെയിനിൽ കൂടി ഒരു ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നു, ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു പ്ലെയിനിൽ കൂടി വേറൊരു ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നു. ഇത് തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. ഈ ഡിസ്ലൊക്കേഷൻ തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഒരു ഡിസ്ലൊക്കേഷൻ മറ്റേ ഡിസ്ലൊക്കേഷനെ രണ്ട് പ്ലെയിനുകളിലേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. രണ്ട് പ്ലെയിനിലായിട്ട് എന്ത് ചെയ്യും? അതിനെന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഒരു ഡിസ്ലൊക്കേഷൻ മറ്റേ ഡിസ്ലൊക്കേഷനെ രണ്ട് പ്ലെയിനുകളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മളെന്ന് പറയുന്നത് ജോഗ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ജോഗ് ഫോർമേഷൻ എന്താണെന്നുള്ളൊരു വീഡിയോയിലൂടെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക, രണ്ട് പ്ലെയിനുകൾ കാണിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ പ്ലെയിനിൽ ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ട്, ആ ഡിസ്ലൊക്കേഷൻ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. രണ്ടാമത്തെ പ്ലെയിൻ, ആ പ്ലെയിനിലുള്ള ഡിസ്ലൊക്കേഷനാണ് ഈ ബ്ലാക്ക് ലൈനിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്, അത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. നമ്മളെന്താ പറഞ്ഞ ജോഗ് എന്താണെന്നുള്ളതാണ്. അതായത് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ കൂടി രണ്ട് ഡിസ്ലൊക്കേഷൻസ് മ്യൂച്വലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസ്ലൊക്കേഷൻ മറ്റേ ഡിസ്ലൊക്കേഷനെ രണ്ട് പ്ലെയിനുകളിലേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നോക്കാം, ഈ വീഡിയോയിലേക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഈ ഡിസ്ലൊക്കേഷൻ താഴേക്ക് മൂവ് ചെയ്യാണ്, ഈ ഡിസ്ലൊക്കേഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ്. സോ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, കണ്ടോ? അതായത് മൂവ് ചെയ്യുന്നു, രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്. ദെൻ രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇതേ ഇൻ്റർസെക്റ്റ് ചെയ്തു. ഇൻ്റർസെക്റ്റ് ചെയ്ത ശേഷം ഇപ്പോൾ രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത ശേഷം നോക്കുക എന്ത് സംഭവിച്ചു? ഒരു ഡിസ്ലൊക്കേഷൻ അതിൻ്റെ ആ പ്ലെയിൻ രണ്ട് ഡിഫറെൻറ്റ് പ്ലെയിനുകളായിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ആയിപ്പോയി. കണ്ടോ? സോ ഒരു എഡ്ജ് ഡിസ്ലൊക്കേഷൻ രണ്ട് ഡിഫറെൻറ്റ് പ്ലെയിനിലായിട്ട് വന്നു. ഇവിടെ എന്ത് ചെയ്തു? ഒരു പർട്ടിക്കുലർ ജോഗ് ഫോം ചെയ്തു എന്ന് പറയാം. ഓക്കെ, സോ ഇതാണെന്ത്? ജോഗ് എന്ന് പറയുന്നത്. യെസ്, നമുക്ക് ഈ എസ്എ പാർട്ടിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നേണ്ടെന്ന് നോക്കാം. സോ മൊഡ്യൂൾ 2 നിന്ന് എസ്എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദി ഫോളോവിങ് ഡിഫക്ട്സ് ഇൻ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ്. പോയിന്റ് ഡിഫക്റ്റ്, ഡിസ്ലൊക്കേഷൻസ് ഓർ ലീനിയർ ഡിഫക്റ്റ് ആൻഡ് സർഫസ് ഡിഫക്റ്റ്. 4 മാർക്ക്, 6 മാർക്ക്, 4 മാർക്ക്. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ദി ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. 10 മാർക്കാണ്. അതുപോലെ തന്നെ വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫ്യൂഷൻ. 4 മാർക്കാണ്. സോ എസ്എ പാർട്ടിൽ ഈ 2 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. എന്താണ് പോയിന്റ് ഡിഫക്റ്റ്, എന്താണ് ഡിസ്ലൊക്കേഷൻസ് ഓർ ലീനിയർ ഡിഫക്ട്സ് ആൻഡ് എന്താണ് സർഫസ് ഡിഫക്റ്റ് എന്ന് നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ് ഡിഫക്റ്റ്. ഈ പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന മറ്റൊരു പേരാണ് സീറോ ഡയമെൻഷണൽ ഡിഫക്റ്റ്. അത് നമുക്ക് പല രീതിയിൽ പലതായിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് വേക്കൻസി ഡിഫക്റ്റ്, ഇൻ്റർസ്റ്റേഷ്യൽ ഡിഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ്, ദെൻ ഇൻ്റർസ്റ്റേഷ്യൽ ഇംപ്യൂരിറ്റി, ഫ്രങ്കൽ ഡിഫക്റ്റ്, ഷോർട്ട് കീ ഡിഫക്റ്റ്. ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന പോയിന്റ് ഡിഫക്റ്റാണ്. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് സീറോ ഡയമെൻഷണൽ ഡിഫക്റ്റ്. ദെൻ ലൈൻ ഡിഫക്റ്റ് ഓർ 1 ഡയമെൻഷണൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരമാണുള്ളത്. ഒന്ന് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, 2 സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. ലൈൻ ഡിഫക്റ്റ് 2 എണ്ണം ഉണ്ട്. ഇതൊക്കെയാണ്: 1 എഡ്ജ് ഡിസ്ലൊക്കേഷൻ, 2 സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. മൂന്നാമത്തെ സർഫസ് ഡിഫക്റ്റ്. അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? 2 ഡയമെൻഷണൽ ഡിഫക്റ്റ്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ: ഗ്രെയിൻ ബൗണ്ടറി, ടിൽറ്റ് ബൗണ്ടറി, ട്വിൻ ബൗണ്ടറി, സ്റ്റാക്കിംഗ് ഫോൾട്ട്. ഇതൊക്കെ എന്താണ്? സർഫസ് ഡിഫക്റ്റ് ആണ്. സോ ഇത്രയാണ് നമുക്ക് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ വോളിയം ഡിഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ഡിഫക്റ്റ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഈ എക്സാമിന് ചോദിച്ചിട്ടില്ല. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫക്റ്റുകൾ എന്ന് പറയുന്നത്. എന്താണ്? പോയിന്റ് ഡിഫക്റ്റ്, 1 ഡയമെൻഷണൽ ഡിഫക്റ്റ്, സർഫസ് ഡിഫക്റ്റ് അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ഡിഫക്റ്റ് ആൻഡ് വോളിയം ഡിഫക്ട്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാ എക്സാമിനും ചോദിക്കും. അതുകൊണ്ട് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ്. ഫസ്റ്റ് നമുക്ക് ഈ പോയിന്റ് ഡിഫക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. പോയിന്റ് ഡിഫക്റ്റിൽ ഒന്നാമത്തെ ഡിഫക്റ്റ് ആണ് എന്ത്? വേക്കൻസി ഡിഫക്റ്റ്. പേര് തന്നെ ഉണ്ട്. എന്താണ് വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദി മിസ്സിംഗ് ആണത്. ഇറ്റ് ഈസ് ദി മിസ്സിംഗ് ഫ്രം ദി റെഗുലർ ലാറ്റൈസ് സൈറ്റ്. ഓക്കെ, മിസ്സിംഗ് ഫ്രം ദി റെഗുലർ ലാറ്റൈസ് സൈറ്റ്. ഒരാറ്റം റെഗുലർ ലാറ്റൈസ് സൈറ്റിൽ നിന്ന് മിസ്സാവുകയാണെങ്കിൽ അത് നമുക്ക് എന്ന് വിളിക്കാം? പോയിന്റ് ഡിഫക്റ്റ് എന്ന് വിളിക്കാം. പോയിന്റ് ഡിഫക്റ്റ്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് പാക്കിംഗ് ആണ്, അല്ലെങ്കിൽ തെർമൽ വൈബ്രേഷൻസ് ഒക്കെയാണ്. ഓക്കെ, ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ സാധാരണ ആറ്റംസ് ഇരിക്കുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആയി കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ എന്താണ്? ആറ്റം മിസ്സിംഗ് ആണ്. ഓക്കെ, സോ ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? പോയിന്റ് ഡിഫക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ,
അല്ലെങ്കിൽ വേക്കൻസി ഡിഫക്റ്റ് എന്ന് വിളിക്കാം. ദെൻ നെക്സ്റ്റ് ആണ് എന്ത്? ഇൻഡർസ്റ്റേഷ്യൽ ഡിഫക്റ്റ്. ഇൻഡർസ്റ്റേഷ്യൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റം എന്ത് ചെയ്യുന്നു? സ്ക്വീസസ് ഇൻ ടു ദി സ്പേസ് ബിറ്റ്വീൻ നോർമൽ ലാറ്റൈസ് പൊസിഷൻസ്. എന്താണ്? നോർമൽ ലാറ്റൈസ് പൊസിഷൻസ്, അതിൻ്റെ ഇടയിലുള്ള സ്പേസ്, ആ സ്പേസിലേക്ക് ഒരു ആറ്റം സ്ക്വീസ് ചെയ്യാണ്. സ്ക്വീസ് ചെയ്യാണ്. അതിന് വിളിക്കുന്നവരാണെന്ത്? ഇൻഡർസ്റ്റേഷ്യൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡർസ്റ്റേഷ്യൽ പൊസിഷൻസ്. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡർസ്റ്റേഷ്യൽ പൊസിഷൻസ് പറയുന്നത്. ഈ ഇൻഡർസ്റ്റേഷ്യൽ പൊസിഷനിലേക്ക് ഈ പറയുന്ന രീതിയിൽ ആറ്റങ്ങൾ സ്ക്വീസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡർസ്റ്റേഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ക്വീസ് ചെയ്യുന്ന ആറ്റം സെയിം നോർമൽ ആറ്റം തന്നെയാണെങ്കിൽ, അതായത് നോർമൽ ലാറ്റൈസ് പൊസിഷനിൽ ഇരിക്കുന്ന ആറ്റം തന്നെയാണ് സ്ക്വീസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ സെൽഫ് ഇൻഡർസ്റ്റേഷ്യൽ എന്ന് വിളിക്കും. സെൽഫ് ഇൻഡർസ്റ്റേഷ്യൽ എന്ന് വിളിക്കും. ഇനി അത് വേറെ ആണെങ്കിലോ, അതായത് നോർമൽ ആറ്റം അല്ല, അതായത് ഇവിടെ ഇരിക്കുന്ന സെയിം ആറ്റം അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ഇംപ്യൂരിറ്റി ഇൻഡർസ്റ്റേഷ്യൽ എന്ന് വിളിക്കും. കുഴപ്പമില്ലല്ലോ. ഇനി ഈ ഇൻഡർസ്റ്റേഷ്യൽ ഡിഫക്റ്റ് produces greater distortions to the surrounding lattice than a vacancy. അതായത് ഈ ഇൻഡർസ്റ്റേഷ്യൽ പൊസിഷനിൽ കയറിയിരിക്കുന്ന ഈ ആറ്റംസ് എന്ത് ചെയ്യും? ഇതിൻ്റെ ചുറ്റുമുള്ള ഈ ആറ്റങ്ങളുടെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ചുറ്റുമുള്ള ആറ്റങ്ങൾ എന്ത് ചെയ്യും? അല്പം എല്ലാ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യിപ്പിക്കും. സോ ഇതെന്ത് ചെയ്യും? ഈ ഏരിയയിൽ എന്തുണ്ടാവും? ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇൻഡർസ്റ്റേഷ്യൽ ആറ്റത്തിന് സറൗണ്ടിങ് ആയിട്ടുള്ള ലാറ്റൈസിൽ കുറച്ച് ഡിസ്റ്റോർഷൻസ് ഉണ്ടാക്കും ഈ പറയുന്ന ഇൻഡർസ്റ്റേഷ്യൽ ഡിഫക്റ്റ്. കുഴപ്പമില്ലല്ലോ. സോ ഇൻഡർസ്റ്റേഷ്യൽ ഡിഫക്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ഇത്ര മാത്രമാണ്. എന്ത് ചെയ്യുന്നു? ഒരു ആറ്റം എന്ത് ചെയ്യുന്നു? സ്ക്വീസസ് ഇൻ ടു ദി സ്പേസ് ബിറ്റ്വീൻ നോർമൽ ലാറ്റൈസ് പൊസിഷൻസ്. ജസ്റ്റ് ഫിഗറും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്തത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്നുള്ളതാണ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്താണ്? ഫോറിൻ ആറ്റംസ് ലാറ്റൈസ് സൈറ്റിലോ അല്ലെങ്കിൽ ഇൻഡർസ്റ്റേഷ്യൽ സൈറ്റിലോ ഒക്കുപ്പൈ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഫോറിൻ ആറ്റംസ് ലാറ്റൈസ് സൈറ്റിലോ അല്ലെങ്കിൽ ഇൻഡർസ്റ്റേഷ്യൽ സൈറ്റിലോ ഒക്കുപ്പൈ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നു. നമ്മൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു എന്താണ്? ഒരു അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആണ്. അതിൽ നോർമൽ ലാറ്റൈസ് സൈറ്റിൽ ഒരു ഫോറിൻ ആറ്റംസ് അല്ലേ, അതായത് നോർമൽ അല്ലാത്ത ഒരു ഇംപ്യൂരിറ്റി ആറ്റംസ് ഒക്കുപ്പൈ ചെയ്തേക്കുവാണ്. ഇതെന്താണ്? ഒരു ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആണ്. ഇതല്ല വേറൊരു രീതിയിൽ എന്താണെന്ന് നോക്കിയേ, ഒരു ഫോറിൻ ആറ്റം ഇതിൻ്റെ ഈ പറയുന്ന ഇൻഡർസ്റ്റേഷ്യൽ പൊസിഷനിൽ ഒക്കുപ്പൈ ചെയ്താലും അതെന്താണ് ഈ പറയുന്ന ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആണ്. കുഴപ്പമില്ല. സോ ഇതാണ് എന്ത്? ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ചിലപ്പോൾ ഇത് തന്നെ 3 മാർക്കിന് ഇത് മാത്രമായിട്ട് ചോദിക്കും കേട്ടോ. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്താണ്, ഫ്രങ്കൽ ഡിഫക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ 10ാം ക്ലാസ്സിൽ +2 പഠിച്ചിട്ടുള്ളതാണ്. സോ എന്താണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്? ഷോർട്ട് കീ ഡിഫക്റ്റ് ഇറ്റ് അറൈസസ് വെൻ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദി ലാറ്റൈസ്. ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദി ലാറ്റൈസിൽ നിന്ന് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസും ആനയോൺസും മിസ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഷോർട്ട് കീ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. എന്താണ് കാറ്റയോൺസ്, എന്താണ് ആനയോൺസ്? പോസിറ്റീവ് ചാർജുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ കാറ്റയോൺസ് പറയുന്നത് അല്ലേ. എന്താണ് ആനയോൺസ്? നെഗറ്റീവ് ചാർജുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആനയോൺസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ കാറ്റയോണും ആനയോണും കൂടി ഒരു ആറ്റത്തിൻ്റെ ലാറ്റൈസിൽ നിന്ന് മിസ്സാവുകയാണെങ്കിൽ, അതിരിക്കുന്ന പൊസിഷനിൽ നിന്ന് മിസ്സാവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് വിളിക്കാം. ഇനി ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് അറൈസസ് വെൻ സം ഓഫ് ദി കാറ്റയോൺസ് ഒക്കുപ്പൈ ഇൻഡർസ്റ്റേഷ്യൽ സൈറ്റ്സ് ലീവിംഗ് ദി ലാറ്റൈസ് വേക്കൻറ്റ്. എന്താണ്? ചില കാറ്റയോൺസ് അതിൻ്റെ നോർമൽ ലാറ്റൈസ് പൊസിഷനിൽ നിന്ന് മാറിയിട്ട് ഇൻഡർസ്റ്റേഷ്യൽ പൊസിഷനിൽ പോയിരിക്കുന്ന ആ ഡിഫക്റ്റിനെ വിളിക്കുന്നവരാണ് എന്ത്? ഫ്രങ്കൽ ഡിഫക്റ്റ്. കാറ്റയോൺസ് നോർമൽ ലാറ്റൈസിൽ നിന്ന് മാറിയിട്ട് അതിൻ്റെ ഇൻഡർസ്റ്റേഷ്യൽ ആയിട്ടുള്ള സ്പേസിൽ പോയിരിക്കുന്ന ആ ഡിഫക്റ്റിനെ വിളിക്കുന്നവരാണ് എന്ത്? ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. ഇനി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കീ ഡിഫക്റ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? കോമ്പൗണ്ട്സ് വെയർ സൈസ് ഓഫ് ദി കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഓൾമോസ്റ്റ് സെയിം. എന്താണ്? ആനയോൺസിൻ്റെയും കാറ്റയോൺസിൻ്റെയും സൈസ് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് ഉള്ള കോമ്പൗണ്ട്സിൽ മാത്രമേ ഈ പറയുന്ന ഷോർട്ട് കീ ഡിഫക്റ്റ് കാണുന്നത്. എന്നാൽ ഇവിടെ എന്താണ്?
ഇറ്റ് ഈസ് ഷോൺ ഇൻ കോമ്പൗണ്ട്സ് ഹാവിങ് ലാർജ് ഡിഫറൻസ് ബിറ്റ്വീൻ സൈസ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. കാറ്റയോൺസും ആനയോൺസും തമ്മിൽ ലാർജ് സൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് എന്ത് കാണിക്കുക? ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുക. ഇനി ഡെൻസിറ്റി ഓഫ് ദി ക്രിസ്റ്റൽ ഡിക്രീസസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കാറ്റയോൺസും ആനയോൺസും എന്തെയാണ്? ആ ക്രിസ്റ്റലിൽ നിന്ന് മിസ്സായി പോവാണ് അല്ലേ? ആ ക്രിസ്റ്റലിൽ നിന്ന് മിസ്സായി പോവാണ്. സ്വാഭാവികമായിട്ടും 2 ആറ്റംസ് മിസ്സായി അല്ലേ? എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറയും അല്ലേ? പക്ഷേ ഇവിടെ എന്താണ്? ഫ്രെങ്കൽ ഡിഫക്റ്റിൽ എന്താണ്? ആറ്റംസ് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നില്ല. നോർമൽ ലാറ്റൈസ് പൊസിഷനിൽ നിന്ന് അതിൻ്റെ ഇൻഡർസ്റ്റേഷ്യൽ പൊസിഷനിലേക്കാണ് മാറുന്നത്. സോ അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങൾ അവിടെ തന്നെയുണ്ട്, മിസ്സായി പോകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? ഡെൻസിറ്റി ചേഞ്ച് ചെയ്യില്ല. ഡെൻസിറ്റി ഡസ് നോട്ട് ചേഞ്ച്. ഇത്രയും പോയിന്റ് പഠിച്ചാൽ മതി. ഓക്കെ, എക്സാമ്പിൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്താണ്, ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്താണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് മിസ്സായി പോകുന്നു. ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന കാറ്റയോൺസ് അതിൻ്റെ നോർമൽ ലാറ്റൈസ് പൊസിഷനിൽ നിന്ന് അതിൻ്റെ ഇൻഡർസ്റ്റേഷ്യൽ പൊസിഷനിലേക്ക് പോകുന്ന ആ ഡിഫക്റ്റാണ്. നമ്മളൊരു ഫിഗർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തേക്കാണ്. ഇതാണ് ഒരു നോർമൽ ക്രിസ്റ്റൽ. പോസിറ്റീവ് ചാർജുള്ള ആറ്റംസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ എന്ത് പറയും? കാറ്റയോൺസ് എന്ന് പറയും അല്ലേ? പോസിറ്റീവ് ചാർജുള്ള ആറ്റങ്ങൾ നമ്മൾ കാറ്റയോൺസ് എന്ന് പറയും. ഇതാണ് എന്ത്? ആനയോൺ. ഓക്കെ, നെഗറ്റീവ് ചാർജുള്ള ആറ്റമാണ് എന്ത്? ആനയോൺ എന്ന് പറയുന്നത്. സോ ഇത് ഐഡിയൽ ക്രിസ്റ്റലാണ്, ഇവിടെ ഡിഫക്റ്റ് ഒന്നും ഇല്ല. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കേ. ഒരു നെഗറ്റീവ് ചാർജുള്ള ആറ്റോ ഒരു പോസിറ്റീവ് ചാർജുള്ള ആറ്റോ മിസ്സാവാണ് പെയറായിട്ട്. ഓക്കെ, ഇത് നെഗറ്റീവ് ആയിരിക്കും, ഇതിന് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഒരു നെഗറ്റീവ് ചാർജുള്ള ആറ്റവും ഒരു പോസിറ്റീവ് ചാർജുള്ള ആറ്റവും പെയറായിട്ട് അതിൻ്റെ നോർമൽ ലാറ്റൈസ് പൊസിഷനിൽ നിന്ന് മിസ്സായി പോകുന്നു. അതാണ് എന്ത്? ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ നോക്കിയേ, ഇവിടെ നോക്കാം, ഒരു കാറ്റയോൺ അതിൻ്റെ നോർമൽ ലാറ്റൈസ് പൊസിഷനിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യുന്നു? അത് ഇൻഡർസ്റ്റേഷ്യൽ പൊസിഷനിൽ ഒന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതാണെന്ത്? ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതെന്താണത്? ഷോർട്ട് കീ ഡിഫക്റ്റിൻ്റെയും ഫ്രെങ്കൽ ഡിഫക്റ്റിൻ്റെയും ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഇനി അടുത്താണെന്ത്? ലൈൻ ഡിഫക്റ്റ്. ലൈൻ ഡിഫക്റ്റിനെ നമുക്ക് വിളിക്കാവുന്ന മറ്റൊരു പേരാണെന്ത്? 1 ഡയമെൻഷണൽ ഡിഫക്റ്റ്. 1 ഡയമെൻഷണൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ ഡിസ്ലൊക്കേഷൻസ്. ലൈൻ ഡിഫക്റ്റ് മേജറായിട്ട് 2 തരമുണ്ട്. 2 തരം ലൈൻ ഡിഫക്റ്റാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, 2 സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനും. എന്താണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്? എഡ്ജ് ഡിസ്ലൊക്കേഷൻ നമ്മളൊരു ഗ്രാഫിക്കിലൂടെ റെപ്രസെൻറ്റ് ചെയ്തേക്കണം. നോക്കി, നോർമലി ഒരു ആറ്റംസ് ഇരിക്കുന്ന അറേഞ്ച്മെൻ്റായി കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ 3 ആറ്റംസേ ഉള്ളൂ. ബാക്കി എല്ലാ പ്ലെയിൻ നോക്കിയേ 1, 2, 3, 4, 5, 6, 7 ആറ്റംസ് ഉണ്ട്. പക്ഷേ ഒരു പ്ലെയിൻ മാത്രം എന്താണ്? പാർഷ്യൽ പ്ലെയിൻ ആണ് അല്ലേ? ഒരു പ്ലെയിൻ മാത്രം പാർഷ്യൽ പ്ലെയിൻ ആണ്. സോ ഇങ്ങനെ പാർഷ്യൽ പ്ലെയിൻ ജനറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി പ്രസൻസ് ഓഫ് ആൻ എക്സ്ട്രാ പാർഷ്യൽ പ്ലെയിൻ ഇൻ എ ക്രിസ്റ്റൽ. എക്സ്ട്രാ പാർഷ്യൽ പ്ലെയിൻ ഫോം ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ഈ പറയുന്ന എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നു. ഇനി ഇവിടുന്ന് വേറെ കാര്യമായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് 2 തരമുണ്ട്. പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷനും അതുപോലെ നെഗറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷനും. പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഇതൊരു പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആണ്. കാരണം എന്താണ്? എക്സ്ട്രാ പ്ലെയിൻ ഈസ് ഓൺ ദി ടോപ്പ് ഹാഫ് ഓഫ് ദി ക്രിസ്റ്റൽ. എക്സ്ട്രാ പ്ലെയിൻ എന്ന് പറയുന്നത് ടോപ്പ് ഹാഫിലായതുകൊണ്ട് ഇത് ഒരു പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയാം. ഇനി ഇത് എന്താണ്? ബോട്ടം ഹാഫിലാണെങ്കിൽ സെയിം സാധനം തന്നെ അടിയിൽ നിന്ന് മുകളിലേക്കാണെങ്കിൽ എന്താണ്? ഒരു നെഗറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയാം. സോ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ പാർഷ്യൽ പ്ലെയിൻ ജനറേറ്റ് ആവുന്ന മൂലം ഉണ്ടാവുന്ന ഒരു ഡിസ്ലൊക്കേഷനാണ്. അതിൻ്റെ ഫിഗർ ജസ്റ്റ് ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. അടുത്താണ് എന്ത്? സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പോർഷൻ, ക്രിസ്റ്റലിൻ്റെ ഒരു പോർഷൻ എന്ത് ചെയ്യും? ഷിഫ്റ്റഡ് റിലേറ്റീവ് ടു ദി അതർ പോർഷൻ. ഓക്കെ, ഒരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ക്രിസ്റ്റലിൻ്റെ ഒരു പോർഷൻ മറ്റേ പോർഷന് റിലേറ്റീവായിട്ട് ഷിഫ്റ്റ് ആകുന്നു. സോ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. ഓക്കെ, ഒരു ഫിഗറാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ മുകളിലുള്ള പോർഷൻ എന്ത് ചെയ്യാണ്? ഈ താഴെയുള്ള പോർഷന് റിലേറ്റീവായിട്ട് എന്ത് ചെയ്യുന്നു? ഒന്ന് ഷിഫ്റ്റ് ആവുക. ശരിയല്ലേ? ഒരു സ്ക്രൂ മൂവ് ചെയ്യുന്ന പോലെ മൂവ് ചെയ്യുന്നു. സോ ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു പോയിന്റ് പഠിക്കാനുള്ളത്, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ മൂവ് പെർപെൻഡിക്കുലാർ ടു ദി ബർജേഴ്സ് വെക്റ്റർ. ബർജർ വെക്റ്റർ എന്താണെന്നുള്ളത് നമുക്ക് സിലബസിലുള്ളതാണ്. സോ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്താണ്? ബർജർ വെക്റ്ററിന് പെർപെൻഡിക്കുലാർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ബർജർ വെക്റ്ററിന് പെർപെൻഡിക്കുലാർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. എഡ്ജ് ഡിസ്ലൊക്കേഷനോ? എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് പാരലൽ ടു ദി
പാരലൽ ടു ദി ബർജേഴ്സ് വെക്ടർ. ഓർത്തിരുന്നോളണം, എഡ്ജ് ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നത് ബർജേഴ്സ് വെക്ടറിന് പാരലായിട്ടാണ്. അതുപോലെ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നത് ബർജർ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഓക്കെ, കുഴപ്പമില്ല. ഇത്രയും പഠിച്ചാൽ മതി, കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഫിഗർ വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ പഠിക്കണം. സോ നമ്മൾ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പോർഷൻ മറ്റൊരു പോർഷനെ അപേക്ഷിച്ച് റിലേറ്റീവായിട്ട് മൂവ് ചെയ്യുന്നതിന്, ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഫിഗർ പഠിക്കാം. അടുത്ത നമുക്ക് സർഫസ് ഡിഫക്റ്റ് ആണ്. സർഫസ് ഡിഫക്റ്റ്. സോ സർഫസ് ഡിഫക്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് 2 ഡയമെൻഷണൽ ഡിഫക്റ്റ്. 2 ഡയമെൻഷണൽ ഡിഫക്റ്റ്. സോ വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർഫസ് ഡിഫക്റ്റ് നോക്കാം. ഒന്ന് ഗ്രെയിൻ ബൗണ്ടറി. ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ സോളിഡിഫിക്കേഷൻ്റെ സമയത്ത്, ഓക്കെ, നമ്മൾ സപ്പോസ് നമ്മുടെ കയ്യിലൊരു എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്ത് അതിന് നമ്മൾ എന്താക്കുകയാണ്? അതിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ സോളിഡിഫൈ ചെയ്യാണ്, അതായത് തണുപ്പിക്കുകയെന്ന് വിചാരിക്കുക. സോളിഡിഫൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ആറ്റങ്ങൾ പല ഗ്രെയിനുകളായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള ആറ്റങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ വേ ഓഫ് ഓറിയൻറ്റേഷൻ ആയിരിക്കും. ഓക്കെ, വേറെ ഈ ഭാഗത്തുള്ള ആറ്റങ്ങൾക്ക് വേറൊരു രീതിയിലായിരിക്കും ഓറിയൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ പല പല ഏരിയയിലുള്ള ആറ്റങ്ങൾ പല പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഓറിയൻറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ പല ഓറിയൻറ്റേഷൻ ആറ്റങ്ങൾ ഫോം ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഗ്രെയിനുകൾ ഫോം ചെയ്യും. ഗ്രെയിനുകൾ. ഓക്കെ, ഈ ഗ്രെയിനുകളുടെ ഈ ബൗണ്ടറി, ഇതിനൊരു ഗ്രെയിൻ എന്ന് പറയാം, ഇതിനൊരു ഗ്രെയിൻ എന്ന് പറയാം, ഇതിനൊരു ഗ്രെയിൻ എന്ന് പറയാം, ഇതിനൊരു ഗ്രെയിൻ എന്ന് പറയാം. ഈ ഗ്രെയിനുകളുടെ ഈ ബൗണ്ടറിനെ വിളിക്കുന്ന പേരാണ് ഗ്രെയിൻ ബൗണ്ടറി. എന്താണ്? ഗ്രെയിൻ ബൗണ്ടറി. ഗ്രെയിൻ ബൗണ്ടറി. സോ ഈ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? ഒരു സർഫസ് ഡിഫക്റ്റ് ആണ്. ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു സർഫസ് ഡിഫക്റ്റ് ആണ്. സോ സോളിഡിഫിക്കേഷൻ സമയത്ത് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ദേ ആർ ബൗണ്ടറീസ് ബിറ്റ്വീൻ ഗ്രെയിനുകൾക്കിടയിലുള്ള ബൗണ്ടറിയാണ്. ഓക്കെ, വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ടിൽറ്റ് ബൗണ്ടറി ആൻഡ് ട്വിസ്റ്റ് ബൗണ്ടറി. ടിൽറ്റ് ബൗണ്ടറി ആൻഡ് ട്വിസ്റ്റ് ബൗണ്ടറി. ടിൽറ്റ് ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനും എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനും. സപ്പോസ് നമുക്ക് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കുറേ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കുറേ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. നോക്കിയേ, ഈ ഫിഗർ എടുക്കാം. ഇവിടെ ഈ ഒരു പ്ലെയിനിൽ ഒരാറ്റം കൂടെ മിസ്സിങ് ആണ്. സോ ഇവിടെ ഒരു എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഉണ്ടായി. തൊട്ടടുത്തുള്ള ഈ പ്ലെയിനിൽ ഓക്കെ, ഇവിടെ വരെ ആറ്റങ്ങളുള്ളൂ. ഒരു പാർഷ്യൽ പ്ലെയിനാണ്, ഇങ്ങോട്ടേക്ക് ആറ്റങ്ങളില്ല. ഒരു എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഉണ്ടായി. സോ ഇങ്ങനെ ഒരു കൂട്ടം എഡ്ജ് ഡിസ്ലൊക്കേഷൻസ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൗണ്ടറി ഫോം ചെയ്യുമല്ലോ, അല്ലേ? ഒരു ബൗണ്ടറി ഫോം ചെയ്യും. അതായത് ഇവിടെയുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റ് ആയിരിക്കില്ല ഇതിൻ്റെ ഇപ്പുറമുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഈ ബൗണ്ടറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടിൽറ്റ് ബൗണ്ടറി. എന്താണ്? ടിൽറ്റ് ബൗണ്ടറി. സോ ടിൽറ്റ് ബൗണ്ടറിക്ക് കാരണം എന്താണ്? എഡ്ജ് ഡിസ്ലൊക്കേഷൻ. എഡ്ജ് ഡിസ്ലൊക്കേഷൻ. എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആണ് എന്ത് പറയുന്നത്? ടിൽറ്റ് ഡിസ്ലൊക്കേഷൻ. ടിൽറ്റ് ബൗണ്ടറിക്ക് കാരണം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത എന്താണ്? ഓക്കെ, സ്മോൾ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറീസ് ഫോം ഡ്യൂറിങ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അതാണ് എന്ത്? ടിൽറ്റ് ബൗണ്ടറിയും ട്വിസ്റ്റ് ബൗണ്ടറിയും. സ്മോൾ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറീസ് ആണ്. ടിൽറ്റ് ബൗണ്ടറീസ് ആർ ക്രിയേറ്റഡ് ബൈ എഡ്ജ് ഡിസ്ലൊക്കേഷൻസ്. ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. ടിൽറ്റ് ബൗണ്ടറി ഫോം ചെയ്യുന്ന ആരാണ്? എഡ്ജ് ഡിസ്ലൊക്കേഷൻസ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി ട്വിസ്റ്റ് ബൗണ്ടറീസ് ഫോം ചെയ്യുന്നത് എന്താണ്? സ്ക്രൂ ഡിസ്ലൊക്കേഷൻസ് ആണ്. സ്ക്രൂ ഡിസ്ലൊക്കേഷൻസ് ഫോം ചെയ്യുന്ന ബൗണ്ടറിനെ വിളിക്കുന്നവരാണെന്ത്? ട്വിസ്റ്റ് ബൗണ്ടറി. ജസ്റ്റ് ഇത്ര അറിഞ്ഞാൽ മതി. ടിൽറ്റ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോം ചെയ്യുന്നത് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആണ്. ട്വിസ്റ്റ് ബൗണ്ടറീസ് ഫോം ചെയ്യുന്നത് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ആണ്. അതുപോലെ തന്നെ ആ ഫിഗറും ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ ഫിഗർ പഠിച്ചോളാം. ഇതാണെന്ത്? ടിൽറ്റ് ബൗണ്ടറി. ഓക്കെ, അടുത്തത് ട്വിൻ ബൗണ്ടറീസ്. ട്വിൻ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? In twin boundaries, atomic arrangement on one side of the boundary is a mirror image of the other side. ഓക്കെ, ട്വിൻ ബൗണ്ടറി എടുത്തു കഴിഞ്ഞാൽ ആ ബൗണ്ടറിയുടെ ഒരു സൈഡ്, ഇതൊരു ട്വിൻ ബൗണ്ടറിയാ. ഓക്കെ, ഇതൊരു ട്വിൻ ബൗണ്ടറിയാ. ഈ ട്വിൻ ബൗണ്ടറീസ് പെയറായിട്ടേ കാണുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സോ ഈ ട്വിൻ ബൗണ്ടറിയുടെ ഈ സൈഡിലുള്ള ആറ്റം വിൽ ബി എ മിറർ ഇമേജ് ഓഫ് ദി അതർ സൈഡ്. ഓക്കെ, ഇവിടെ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കാണുന്നത്? അതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ കാണുന്നത്, അല്ലേ? സിമിലർലി ഈ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആറ്റത്തിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ കാണാം. ഓക്കെ, സോ അതാണ് ട്വിൻ ബൗണ്ടറിയുടെ പ്രത്യേകത. എന്താണ്? ഒരു സൈഡിലുള്ള ആറ്റത്തിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും അതർ സൈഡിൽ. ഇൻ ട്വിൻ ബൗണ്ടറീസ്, ആറ്റോമിക് അറേഞ്ച്മെന്റ് ഓൺ വൺ സൈഡ് ഓഫ് ദി ബൗണ്ടറി ഈസ് മിറർ ഇമേജ് ഓൺ ദി അതർ സൈഡ്.
ഓക്കെ, ദേ ആർ ഫോം ഡ്യൂറിങ് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഓർ അനീലിംഗ്. പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സമയത്താണ് അത് ഫോം ചെയ്യുന്നത്. അത്രയും പഠിച്ചാൽ മതി. ഇനി അടുത്താണത് സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയുന്നത്. സ്റ്റാക്കിംഗ് ഫോൾട്ട് സാധാരണ FCC HCP ക്രിസ്റ്റലിലാണ് നടക്കുന്നത്. അതായത് ഇതിലൊക്കെ ആറ്റങ്ങൾ ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. FCCയും HCP എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ സ്ട്രക്ചറിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ HCPയുടെ ആറ്റങ്ങളുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്ര ഓർത്തിരിക്കുക, ഈ HCP അതുപോലെ FCP എന്നീ FCC എന്നിവയിൽ ആറ്റങ്ങൾ ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് പല പേരിൽ വിളിക്കും. അതായത് ഇപ്പോൾ FCC എടുത്തു കഴിഞ്ഞാൽ അതിൽ ആറ്റങ്ങൾ ABC എന്ന ഫോമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ABC ഓരോ ലെയർ നമ്മൾ ABC എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ HCP എടുത്തു കഴിഞ്ഞാൽ AB എന്ന ഫോമിലാണ് ലെയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേര് AB എന്നാണ് ഓരോ ലെയറിനെ വിളിക്കുന്ന പേര്. ഓക്കെ, ഇനി സപ്പോസ് ഏതെങ്കിലും ഒരു ലെയർ മിസ്സായിപ്പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, ഏതെങ്കിലും ലെയർ മിസ്സായിപ്പോയി. അതിനായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ABC എന്നാവും. ഓക്കെ, ഇവിടെ C എന്ന് പറയുന്ന ലെയർ മിസ്സായി. ഓക്കെ, അതായത് ഈ അടുക്ക്, സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അടുക്കി വെക്കുക എന്നുള്ളതാണ്. ഈ അടുക്കിൽ ഒരു ഫോൾട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ FCC എടുക്കുകയാണെങ്കിൽ ABC എന്നുള്ള രീതിയിൽ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, ഒരു ഫോൾട്ടാണ്. അതാണെന്ത്, സ്റ്റാക്കിംഗ് ഫോൾട്ട്. സിമിലർലി HCPയുടെ നോർമൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് AB ആണ്. അത് ABC എക്സ്ട്രാ ഒരു പ്ലെയിനും കൂടി വന്നു കഴിഞ്ഞാൽ, എക്സ്ട്രാ ഒരു സ്റ്റാക്കും കൂടി വന്നു കഴിഞ്ഞാൽ എന്താണ്, അതും ഡിഫക്റ്റ് ആണ്. സോ ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റാക്കിംഗ് ഡിഫക്റ്റ്. ഓക്കെ, സ്റ്റാക്കിംഗ് ഫോൾട്ട്. കുഴപ്പമില്ലല്ലോ. സോ ഇതാണെന്ത് നമ്മുടെ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫ്യൂഷൻ. സോ ഫിക്സ് ലോസ് ഓഫ് ഡിഫ്യൂഷൻ നോക്കാം. ഫിക്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 2 ലോസ് ഡിഫ്യൂഷൻ്റെ ബേസിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. 2 ലോസ് ഉണ്ട് പുള്ളിയുടെ ലോസ് നമുക്കത് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷന് ഉള്ള ഒരു ലോ ആണ് അല്ലേ. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ഫോർ അൺസ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ. സോ വാട്ട് ഈസ് ഫിക്സ് ഫസ്റ്റ് ലോ? ഫിക്സിൻ്റെ ഫസ്റ്റ് ലോ നമുക്ക് ഡിറൈവ് ചെയ്യാം. ഫിക്സ് ഫസ്റ്റ് ലോ. സോ ഫസ്റ്റ് തന്നെ ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, മാസ് ഓഫ് ദി ഡിഫ്യൂസിങ് എലമെന്റ് ഡിവൈഡഡ് ബൈ ഏരിയ ത്രൂ വിച്ച് ദി ഡിഫ്യൂഷൻ ഹാപ്പൻസ് ഇൻറ്റു ടൈം ഫോർ വിച്ച് ദി ഡിഫ്യൂഷൻ ഹാപ്പൻസ്. ഇതാണ് എന്ത്, ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ J വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ, J വെച്ച്. ഡിഫ്യൂഷൻ ഫ്ലക്സിന് നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിഫ്യൂഷൻ ഫ്ലക്സ് J = m/a × t എന്ന് എഴുതാൻ പറ്റും. ഇനി ഇൻ ഡിഫറൻഷ്യൽ ഫോം, ഇൻ ഡിഫറൻഷ്യൽ എഴുതി കഴിഞ്ഞാൽ, ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ J = നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1/a × dm ഡിവൈഡഡ് ബൈ dt എന്ന് എഴുതാൻ പറ്റും. 1/a × dm/dt. ഇനി ഈ ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ഇരിക്കട്ടെ. ഡിഫ്യൂഷൻ ഫ്ലക്സ് സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ, ഡിഫ്യൂഷൻ സ്റ്റഡി സ്റ്റേറ്റിലാണെങ്കിൽ, അതായത് ടൈമിനനുസരിച്ച് ഡിഫ്യൂഷൻ മാറുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഡിഫ്യൂഷൻ ഫ്ലക്സിനെ നമുക്ക് എഴുതാൻ പറ്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ∂C/∂x. For steady state diffusion, J is directly proportional to ∂C/∂x. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. J is equal to നമുക്ക് എന്നെ എഴുതാൻ പറ്റും -d × ∂C/∂x. ഇവിടെ D നെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്. എന്താണ്, ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്. D നെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്. ഇവിടെ മൈനസ് ഇടാൻ കാരണം ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്കാണ് ഈ പറയുന്ന ഡിഫ്യൂഷൻ സ്പീഷീസ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ഇട്ടിരിക്കുന്നത്. സോ നമ്മൾ 2 ഇക്വേഷൻസ് എഴുതി. എന്താണ്, ഡിഫ്യൂഷൻ ഫ്ലക്സ് J = 1/a × dm/dt. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ ഫ്ലക്സ് J = -d × ∂C/∂x.
സോ നമുക്ക് രണ്ടിനെ ഈക്വേറ്റ് ചെയ്യാൻ പാടില്ലേ. അതായത് 1/a ഡിഫ്യൂഷൻ ഫ്ലക്സ് J ഈസ് ഈക്വൽ ടു 1/a ഇൻറ്റു dm ഡിവൈഡഡ് ബൈ dt ഈസ് ഈക്വൽ ടു -d ഇൻറ്റു ∂C/∂x. ഇതാണെന്ത് ഫിക്സിൻ്റെ ഫസ്റ്റ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഡെറിവേഷൻ, ഫസ്റ്റ് ലോ ഓഫ് ഡിഫ്യൂഷൻ. കുഴപ്പമില്ലല്ലോ, വളരെ സിമ്പിളാണ് ഫസ്റ്റ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഡിറൈവ് ചെയ്യുക. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എക്സ്പ്രഷൻ ഫോർ ഫിക്സ് ലോസ് ഓഫ് ഡിഫ്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ലോയും കൂടി നമുക്ക് ഡിറൈവ് ചെയ്യണം. സോ നമുക്ക് രണ്ടാമത്തെ ലോയും കൂടി ഡിറൈവ് ചെയ്യാം. സോ ഫിക്സ് സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഫിക്സ് സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ. സെക്കൻഡ് ലോ നമുക്ക് എന്താണ്? അൺസ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷന് വേണ്ടിയുള്ള ലോ ആണ്. ടൈമിനനുസരിച്ച് ഒരു ക്വാണ്ടിറ്റി മാറുവാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? അൺസ്റ്റഡി എന്ന് പറയും. സോ അൺസ്റ്റഡി ഡിഫ്യൂഷന് വേണ്ടിയുള്ള ലോ ആണെന്ത്? സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ എമോഡ് നൗ സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഡിറൈവ് ചെയ്യാം. സോ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഏരിയ കൺസിഡർ ചെയ്യുക, ഒരു എലമെൻറ്റ്. അതിൻ്റെ തിക്നെസ് ആണ് ΔX. അതിൻ്റെ ഏരിയ A, യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് വിചാരിക്കാം. ഓക്കെ. സോ ആ എലമെൻറ്റിൽ കൂടെ ഒരു ഫ്ലക്സ്, ഡിഫ്യൂസിങ് എലമെൻറ്റ് ഇതിലൂടെ എൻ്റർ ചെയ്യുന്നു, ഇതിലൂടെ കടന്നു പോകുന്നു. സോ ഇതാണെന്ത്? ഫ്ലക്സ് ഇൻ, ഇതാണെന്ത്? ഫ്ലക്സ് ഔട്ട്. ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കാം. ഓക്കെ. നൗ നമുക്ക് എന്ത് ചെയ്യാം? റേറ്റ് ഓഫ് അക്യുമുലേഷൻ കണ്ടെത്താൻ പോവാണ്. അതായത് ഈ ഇത്രയും വോളിയത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഡിഫ്യൂസിങ് സ്പീഷീസിൻ്റെ റേറ്റ്, എന്തുമാത്രം റേറ്റിലാണ് അക്യുമുലേഷൻ നടക്കുന്നത് അത് കണ്ടെത്തുവാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കാണാടിക്കുക എന്താണ്? ∂C/∂t ഇൻറ്റു ΔX ആണ്. ∂C/∂t ഇൻറ്റു ΔX. ∂C/∂t എന്ന് പറഞ്ഞാൽ C എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ആണ് അല്ലേ? ചേഞ്ചിങ് കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻറ്റു ΔX. ഇതായിരിക്കും എന്ത്? ഇതിൻ്റെ അകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ സ്പീഷീസ്, ഡിഫ്യൂസിങ് സ്പീഷീസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് അക്യുമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഇസ് ഈക്വൽ ∂C/∂t ഇൻറ്റു ΔX. ഇനി നമ്മൾ റേറ്റ് ഓഫ് അക്യുമുലേഷന് വേറെ ഇക്വേഷൻ ഇതാണ്. എന്താണ്? ഫ്ലക്സ് ഇൻ മൈനസ് ഫ്ലക്സ് ഔട്ട്. ഓക്കെ. ഫ്ലക്സ് ഇൻ മൈനസ് ഫ്ലക്സ് ഔട്ട്. അതാണ് എന്ത്? റേറ്റ് ഓഫ് അക്യുമുലേഷൻ എന്ന് പറയുന്നത് അല്ലേ? എന്തുമാത്രം ഡിഫ്യൂസിങ് എലമെന്റ് അകത്തേക്ക് കയറുന്നുണ്ട്, മൈനസ് എന്തുമാത്രം പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഫ്ലക്സ് ഇൻ നമ്മൾ JX എന്ന് എഴുതുവാണ്. എക്സ് ഡയറക്ഷനിലുള്ള ഫ്ലക്സ് ആയതുകൊണ്ട് JX എന്ന് എഴുതുവാണ്. മൈനസ് ഫ്ലക്സ് ഔട്ട് എന്ന് പറയുന്നത് JX പ്ലസ് ∂J/∂x ഇൻറ്റു ΔX. നമ്മളിങ്ങനെ എഴുതാറുണ്ട് അല്ലേ? ഇങ്ങനെ പല ഡെറിവേഷനിൽ നമ്മൾ ഫ്ലക്സ് ഔട്ട് എന്ന് പറയുന്നത് ഫ്ലക്സ് ഇൻ പ്ലസ് ∂J/∂x ഇൻറ്റു ΔX ഇങ്ങനെ എഴുതും. കാണാൻ പഠിക്കുക, അറിയാൻ പാടില്ല കാണാൻ പഠിക്കുക. എന്താണ് ഫ്ലക്സ് ഇൻ മൈനസ് ഫ്ലക്സ് ഔട്ട്? ഈ ബ്രാക്കറ്റ് കളഞ്ഞിട്ട് ഈ മൈനസ് അകത്ത് കയറ്റി കഴിഞ്ഞാൽ JXും വെട്ടിപ്പോവും. സോ ബാലൻസ് നമുക്ക് എന്ത് വരും? -∂J/∂x ഇൻറ്റു ΔX എന്ന് കിട്ടും അല്ലേ? -∂J/∂x ഇൻറ്റു ΔX. സോ നമ്മൾ റേറ്റ് ഓഫ് അക്യുമുലേഷൻ രണ്ട് ഇക്വേഷൻ എഴുതി. ഒന്ന് റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഇസിക്കൽ ∂C/∂t ഇൻ ΔX. അടുത്തത് റേറ്റ് ഓഫ് അക്യുമുലേഷൻ നമ്മൾ എന്ത് ചെയ്തു? -∂J/∂x ഇൻറ്റു ΔX. രണ്ട് ഇക്വേഷൻ എഴുതി. രണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ. സോ ∂C/∂t ഇൻ ΔX ഈസ് ഈക്വൽ ടു -∂J/∂x ഇൻ ΔX എന്ന് എഴുതാൻ പാടില്ലേ? ഇത് വേണം. സോ ∂C/∂t ഇൻറ്റു ΔX ഈസ് ഈക്വൽ ടു -∂J/∂x ഇൻറ്റു ΔX. ശരിയല്ലേ? -∂J/∂x ഇൻറ്റു ΔX. നമുക്ക് ഇവിടെ രണ്ടിലും എന്ത് ചെയ്യാൻ പറ്റും? ΔX വെട്ടിക്കളയാൻ പറ്റും. സോ ∂C/∂t ഈസ് ഈക്വൽ ടു -∂J/∂x. കുഴപ്പമില്ലല്ലോ. സോ ഇവിടെ എത്തി. ഇനി നമ്മൾ ഫിക്സിന്റെ ഫസ്റ്റ് ലോ ഓഫ് ഡിഫ്യൂഷൻ പ്രകാരം നമ്മൾ ജെക്ക് ഡിഫ്യൂഷൻ ഫ്ലക്സിന് ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു. എന്താണ്? ഡിഫ്യൂഷൻ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഇൻറ്റു ∂C/∂x എന്ന് എഴുതിയില്ലേ? അത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും നോക്കാം. എന്ത് വരും? ∂C/∂t ഈസ് ഈക്വൽ ടു -∂x ഇൻറ്റു -∂x ഇൻറ്റു ജെക്ക് പകരം -d ഇൻറ്റു ∂C/∂x എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? -d ഇൻറ്റു ∂C/∂x. രണ്ട് മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കൂടും, കട്ടായി കൂടും. സോ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ∂C/∂t ഈസ് ഈക്വൽ ടു ∂C/∂t ഈസ് ഈക്വൽ ടു മൈനസ് കട്ടായി പോകും.
ഡോ ബൈ ഡോ എക്സ് എന്താവും ഡോ സ്ക്വയർ സി ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് വരും. ഇപ്പോൾ ഡി ഇൻറ്റു ഡോ സ്ക്വയർ സി ബൈ ഡോ എക്സ് സ്ക്വയർ. സോ ഈ ഇക്വേഷൻ വിളിക്കുന്നവരാണ് എന്ത് ഫിക്സ് സെക്കൻഡ് ലോ. ഓക്കെ, ഫിക്സിൻ്റെ രണ്ടാമത്തെ ലോ ആണെന്ത് ഡോ സി ബൈ ഡോ ടി ഈക്വൽ ടു ഡി ഇൻറ്റു ഡി സ്ക്വയർ സി ബൈ ഡോ സ്ക്വയർ സി ബൈ ഡോ എക്സ്. സോ ചെറിയ രണ്ട് ഡെറിവേഷനാണ്. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു എലമെന്റ് കൺസിഡർ ചെയ്യുക, അതിൻ്റെ തിക്നെസ് ഡെൽറ്റ എക്സ് ആണെന്ന് പറയുക, ജെ എക്സ് ഫ്ലക്സ് ഇൻ ആണ്, ജെ എക്സ് പ്ലസ് ഡി എക്സ് ഫ്ലക്സ് ഔട്ട് ആണെന്ന് പറയുക, റേറ്റ് ഓഫ് അക്യുലേഷൻ ഈസ് ഈക്വൽ ടു ഡോ സി ബൈ ഡോ ടി ഡെൽറ്റ എക്സ് ആണെന്ന് പറയുക. സിമിലർലി ബാലൻസ് പ്രൊസീജിയർ ചെയ്യുക, ഈക്വേഷനിലേക്ക് എത്താം. ഓക്കെ, 10 മാർക്ക് കിട്ടും. രണ്ട് ലോസ് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ 10 മാർക്ക് കിട്ടും. വളരെ ചെറിയ ഡെറിവേഷനാണ്, പെട്ടെന്ന് 10 മാർക്ക് വാങ്ങിക്കാൻ പറ്റും, ടൈം എടുക്കില്ല, കുഴപ്പമില്ലല്ലോ. നൗ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫ്യൂഷൻ? ഡിഫ്യൂഷൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? 4 മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഏരിയയിൽ ഡിഫ്യൂഷൻസ് ആപ്ലിക്കബിൾ ആണ്. ഒന്ന് മെൽറ്റിംഗ് ആൻഡ് കാസ്റ്റിംഗ് ഓഫ് മെറ്റൽസ്, മെൽറ്റിംഗ് ആൻഡ് കാസ്റ്റിംഗ് ഓഫ് മെറ്റൽസ്. രണ്ട് സിൻഡറിങ്. സിൻഡറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിൻഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറിൽ മെറ്റൽസിനെ, പൗഡർ മെറ്റൽസിനെ, ഓക്കെ, മെറ്റലിൻ്റെ പൗഡറിനെ നമ്മൾ എന്ത് ചെയ്യും, കോമ്പാക്റ്റ് ചെയ്ത് പുതിയൊരു മെറ്റീരിയൽ ആക്കി എടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സിൻഡറിങ് എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പാക്ഷൻ ഓഫ് മെറ്റൽ ഓർ സെറാമിക് പൗഡർ. മെറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പൗഡർ രൂപത്തിലാക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെന്ത് ചെയ്യുന്നു, ഹൈ പ്രഷർ കൊടുത്ത് എന്ത് ചെയ്യുന്നു, കോമ്പാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇൻടു സോളിഡ് പ്രൊഡക്റ്റ് ബൈ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ്. ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സോളിഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു മെറ്റൽ പൗഡറിനെ. അതിനാണ് സിൻഡറിങ് എന്ന് പറയുന്നത്. സോ ഈ സിൻഡറിങ്ങിൻ്റെ സമയത്ത് ഡിഫ്യൂഷൻ നടക്കും. അതായത് ഈ മെറ്റലിൻ്റെ പൗഡറിൻ്റെ അകത്ത് കൂടെ പല മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂഷൻ നടന്നിട്ടാണ് അതിനൊരു സ്പെസിഫിക് പ്രോപ്പർട്ടി കിട്ടുന്നത്. സോ സിൻഡറിങ്ങിൽ ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർഫസ് ഹാർഡനിങ് ഓഫ് സ്റ്റീൽസ്. സർഫസ് ഹാർഡനിങ് ഓഫ് സ്റ്റീൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാർബണൈസിങ്, സയനൈഡിങ് എന്ന് പറയുന്ന പലതരം സർഫസ് ഹാർഡനിങ് മെത്തേഡ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. സോ ഇങ്ങനെ സർഫസ് ഹാർഡനിങ് നടക്കുമ്പോൾ കാർബണും നൈട്രജനൊക്കെ എന്ത് ചെയ്യും, ഇതിൻ്റെ സർഫസിലേക്ക് ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്യും അല്ലേ. സർഫസ് ചെയ്യുന്ന അതിൻ്റെ അകത്തേക്ക് ഡിഫ്യൂസ് ചെയ്യും. സോ അതും എന്താണ്, ഡിഫ്യൂഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഡോപ്പിംഗ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടറിലേക്ക് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്യുമ്പോൾ ഡിഫ്യൂഷൻ എടുക്കുന്നത്. ഓക്കെ, ഓക്സിഡേഷൻ ഓഫ് അലൂമിനിയം. എന്താണ്? അലൂമിനിയം ഓക്സൈഡ് റെഡിലി ഫോംസ് ആസ് എ ഫിലിം ഓവർ ആൻ അലൂമിനിയം സർഫസ്. ദിസ് കോട്ടിംഗ് പ്രിവെൻസ് ഫർദർ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ. എന്താണ്? അലൂമിനിയത്തിൻ്റെ പുറത്ത് കൂടെ എന്ത് ചെയ്യും, അലൂമിനിയം ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, ഈ അലൂമിനിയം ഓക്സൈഡ് ഇങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെയൊക്കെ എന്താണ് ഡിഫ്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ പേര് ഒന്ന് ഓർത്തിരുന്നോളാം. മെൽറ്റിംഗ് ആൻഡ് കാസ്റ്റിംഗ് ഓഫ് മെറ്റൽസ്, സിൻഡറിങ്ങിൽ, സർഫസ് ഹാർഡനിങ് ഓഫ് ദി സ്റ്റീൽസ്, ഡോപ്പിംഗ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, ഓക്സിഡേഷൻ ഓഫ് അലൂമിനിയം. ഓക്കെ, ജസ്റ്റ് ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ജസ്റ്റ് നിങ്ങളുടേതായ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ദീസ് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, തിയറി ക്വസ്റ്റ്യൻ ആണ്. നൗ ഇത്രയാണ് നമുക്ക് ഈ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് 2021 ഡിസംബർ മാസം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ 2021 വർഷം ചോദിച്ചിരിക്കുന്ന തേർഡ് മൊഡ്യൂൾസിൻ്റെ ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും വരും. അതുവരെ താങ്ക് യു. ഓക്കെ.